ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. വളരെയേറെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്തയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ടെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ടോട്ടൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പറാത്ത റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം, ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആലു പറാത്ത റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്തൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു സൈഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആലു പറാത്ത റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കറിക്കൊപ്പം കഴിക്കാം. ഇനി കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആലു പറാത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.